രാജ്യാന്തര അവയവക്കടത്ത് കേസ് അന്വേഷണം നിർണായക ഘട്ടത്തിലെന്ന് ആലുവ റൂറൽ SP വൈഭവ് സക്സേന. മുഖ്യ ആസൂത്രകനായ മധുവിനെ ഇറാനിൽ നിന്നും തിരികെ കൊണ്ടുവരാനുള്ള ശ്രമം ഊർജിതമാക്കി. അവയവദാനത്തിനിരയായ ഷമീറിൽ നിന്നും വിവരങ്ങൾ ലഭിച്ചതായും റൂറൽ SP. ഇറാനിലേക്കുള്ള രാജ്യാന്തര അവയവക്കടത്ത് കേസിലെ പ്രധാന പ്രതി മധുവിനെ തിരികെ കൊണ്ടുവരാനുള്ള ശ്രമം ഊർജിതമാക്കിയിരിക്കുകയാണ് എറണാകുളം റൂറൽ പോലീസ്. രാജ്യത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നായി പാവപ്പെട്ട ആളുകളുടെ വൃക്ക വിൽപ്പനയ്ക്കായി വിദേശത്തെത്തിച്ചെന്നാണ് പോലീസ് പറയുന്നത്. കേരള നമ്മുടെ മലയാളി ഒരാൾ മാത്രമാണോ ഡോണർ? ബാക്കി എല്ലാ ഡോണേഴ്സ്മാരെ ഇതുവരെ നമ്മുടെ കിട്ടിയിട്ടുള്ള ലിസ്റ്റ് പ്രകാരം ബാക്കിയെല്ലാം ഹൈദരാബാദ്, ഡൽഹി, ലക്നൗ ആ റേഞ്ച്. ഏകദേശം ഈ റാക്കറ്റിൽ തന്നെ 20 ഏകദേശം സർജറീസ് നടത്തിയിട്ടുണ്ടായിരുന്നു. സോ അതിൽ ഏകദേശം 20 ഡോണേഴ്സ് 20 റിസീവേഴ്സ്മാരെ ഉണ്ടാവും. ഇതിനിടെ ഇറാനിൽ പോയി വൃക്ക വിറ്റ പാലക്കാട് സ്വദേശി ഷമീറിനെ റാക്കറ്റ് പണം നൽകാതെ പറ്റിച്ചതായി വ്യക്തമായി. ഇയാളെ മുഖ്യസാക്ഷിയാക്കാനും രഹസ്യമൊഴി രേഖപ്പെടുത്താനുമാണ് പോലീസിന്റെ തീരുമാനം. ഈ വർഷം ജനുവരി ഫെബ്രുവരി മാസത്തിൽ കുറച്ച് കൂടുതൽ സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ട്രൈ ചെയ്തു കിഡ്നി സെയിൽ ചെയ്യാൻ വേണ്ടി. സോ അതിൻ്റെ ഭാഗമായിട്ട് ഒരു ഫേസ്ബുക്ക് പേജ് നോക്കുമ്പോൾ ഈ പ്രതാപൻ എൻ്റെ കോൺടാക്റ്റിൽ വന്നു. അത് കഴിഞ്ഞിട്ട് ഈ വർഷം ഏപ്രിൽ മാസം തന്നെ പ്രതാപൻ ഇയാൾക്ക് കുറിച്ച് ഇൻസ്റ്റിഗേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആദ്യം ആ സമയത്ത് ഇയാൾക്ക് കുറിച്ച് സംശയം തോന്നി ഇത് ഒരു ഇല്ലീഗൽ പോലെ ആക്ടാണ്. പിന്നെ അവർ എല്ലാവരും കൺവിൻസ് ചെയ്തു ഇത് മറ്റ് കൺട്രിയിലെ ഇല്ലീഗൽ അല്ല, നമ്മുടെ കൺട്രിയിലെ ഇല്ലീഗലാണോ, പക്ഷേ മറ്റ് ഇറാനിൽ അത്ര ഇല്ലീഗൽ ഉള്ള ആക്ട് അല്ല. സോ അത് കൺവിൻസ് ചെയ്തിട്ട് ഇയാൾക്ക് അവിടെ എല്ലാ ടിക്കറ്റ്സ്, എല്ലാ പേപ്പർ വർക്ക്, ഡോക്യുമെന്റേഷൻ എല്ലാം അറേഞ്ച് ചെയ്തിട്ട് അവർ തന്നെ കൊടുത്തിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ആലുവ. KMM കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസിൽ BCom ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ, BBA, MCom ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ എന്നീ ബിരുദ കോഴ്സുകളിലേക്കുള്ള പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു. +2 എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയ വിദ്യാർത്ഥികൾക്ക് യാതൊരു ഫീസുമില്ലാതെ സൗജന്യമായി പഠിക്കാം. ആഡ് ഓൺ കോഴ്സുകളും KMM കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ്.